BMSന്റെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം ജോയിന്റ് RTO ഓഫീസിലേക്ക് മാർച്ച് നടത്തി മോട്ടോർ വാഹന വ്യവസായത്തെയും തൊഴിൽ മേഖലയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരപരിപാടികളുടെ ഭാഗമായി മാർച്ച് നടത്തിയത്. മോട്ടോർ വ്യവസായത്തെയും തൊഴിൽ മേഖലയെയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് BMSന്റെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം ജോയിന്റ് RTO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് നെടുങ്കണ്ടം കിഴക്കേ കവലയിൽ ധർണാ സമരവും സംഘടിപ്പിച്ചു. ഓട്ടോറിക്ഷ ചാർജ് വർദ്ധിപ്പിക്കുക, മിനിമം ചാർജ് 50 രൂപയാക്കുക, ഓട്ടോറിക്ഷ തൊഴിലാളികളെ ESI പദ്ധതിയിൽ ഉൾപ്പെടുത്തുക, പെട്രോളിനും ഡീസലിനും സബ്സിഡി നൽകുക, സ്വകാര്യ ബസ് മേഖലയെയും തൊഴിലാളികളെയും സംരക്ഷിക്കുക, പരമ്പരാഗത ടാക്സി മേഖലയെ തകർക്കുന്ന മോട്ടോർ നയം തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. ധർണാ സമരം ഹെവി മോട്ടോർ മസ്ദൂർ ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി VN രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ മോട്ടോർ വ്യവസായവും തൊഴിൽ മേഖലയും വലിയ പ്രതിസന്ധി നേരിടുകയാണെന്നും മാറി മാറി വരുന്ന സർക്കാരുകളുടെ ദീർഘവീക്ഷണമില്ലാത്ത മോട്ടോർ നയം തിരുത്തി ട്രേഡ് യൂണിയനുകളുമായി ചർച്ച നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മാറി മാറി വരുന്ന സർക്കാരുകളുടെ അശാസ്ത്രീയമായ മോട്ടോർ നയമാണ് ഈ മേഖലയെ തകർത്തത് എന്ന് നമ്മൾ പറയേണ്ടതുണ്ട്. സ്വകാര്യ ബസ് മേഖലയാവട്ടെ, അതുപോലെ തന്നെ ഓട്ടോറിക്ഷ രംഗമാകട്ടെ, അതുപോലെ തന്നെ ലൈറ്റ് മോട്ടോർ വ്യവസായവും തൊഴിൽ മേഖലയുമാകട്ടെ, ക്വാറി മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ, ആ രംഗത്ത് വാഹനം ഓടിക്കുന്നവർ, അങ്ങനെ സമസ്ത മോട്ടോർ മേഖലയും നിശ്ചിതമാകുന്ന ചില മോട്ടോർ നയങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ സർക്കാർ ഇന്ന് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലം നമ്മുടെ ഇടതുപക്ഷ ഗവൺമെൻറ് കേരളം ഭരിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം ഇപ്പോൾ വലിയ പ്രതീക്ഷകളുമായി നമ്മുടെ UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. പക്ഷേ പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്ന രീതിയിൽ ഇതിനൊരു മാറ്റവും ഈ കേരളത്തിലെ മോട്ടോർ തൊഴിലാളികൾക്ക് വ്യവസായത്തിന് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ചില തീരുമാനങ്ങളും എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. BMS ജില്ലാ പ്രസിഡന്റ് MB റജികുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KC സിനീഷ് കുമാർ, സംസ്ഥാന സമിതി അംഗം B വിജയൻ, ജോബി മാത്യു, P മോഹനൻ, സുരേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. നിരവധി പ്രവർത്തകർ മാർച്ചിലും ധർണാ സമരത്തിലും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.